പോകണം. അടിമാലി ചിലപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഗ്രാമാന്തരങ്ങളിൽ ഒന്നും ഇത് കേട്ടിട്ടില്ല. അതിനെല്ലാം മാറ്റം വരുത്തി നമ്മുടെ നിയോജക മണ്ഡലത്തിലും ജില്ലയിലുമായി ഈ കാര്യങ്ങൾ ചെയ്യാൻ ഏതാണ്ട് 2700 കോടി രൂപയായി ഇടുക്കി ചെലവഴിക്കപ്പെടുന്നത്. നമുക്ക് സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയുന്ന വലിയൊരു പ്രോജക്റ്റ് പൂർത്തീകരിക്കപ്പെടുകയില്ലേ. അപ്പൊ കട്ടപ്പന ഇത് വിട്ടുപോകും. കട്ടപ്പന അർബൻ സ്കീമാണ്. കട്ടപ്പനയ്ക്ക് സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാക്കിയില്ലേ. കട്ടപ്പനയ്ക്ക് ഇപ്പോൾ നമ്മൾ കട്ടപ്പനയ്ക്ക് വേണ്ടി മാത്രം ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 50 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുക. ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ, മറ്റു കാര്യങ്ങൾ നെറ്റ്വർക്കിന് വേണ്ടി, അങ്ങനെ ഓരോ കാര്യങ്ങളും. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ക്യാബിനറ്റ് പാസ്സാക്കി. പത്രത്തിൽ വാർത്ത നാളെ വരാൻ പോകുന്നു. മെഡിക്കൽ കോളേജിനകത്ത് ഉള്ള ഇന്റേണൽ റോഡുകളും അതിൻ്റെ ബെൽറ്റ് കെട്ടല് കാര്യങ്ങളെ വേണ്ടി മാത്രം, മെഡിക്കൽ കോളേജിനകത്ത് ഇന്റേണൽ ആയിട്ടുള്ള റോഡുകൾക്ക് വേണ്ടി മാത്രം അതിന്റെ റീറ്റെയിനിങ് വാൾ സ്റ്റേവിംഗ് ചെയ്യുക എന്നുള്ളതിന് മാത്രം 16 കോടി 10 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസത്തെ ക്യാബിനറ്റിൽ പാസ്സാക്കി. 16 കോടി 10 ലക്ഷം ഇടുക്കി മെഡിക്കൽ കോളേജിന് വേണ്ടി മാത്രം. ഇതൊക്കെ ഒരു ചരിത്രപരമായ സംഭവമുണ്ട്. അപ്പം ചോദിക്കും ഡോക്ടർമാരുടെ കുറവ്. ചെറിയ പ്രശ്നങ്ങളുണ്ട്. 8-10 വർഷം കൊണ്ട് തീർക്കാവുന്നതാണോ? ഇതിന് എന്തുമാത്രം കെട്ടിടങ്ങൾ തീർന്നു. 50 ഡോക്ടർമാരെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കും മെഡിക്കൽ കോളേജിലേക്ക് നിയമിച്ചു. ഗവൺമെന്റ് സെക്ടറിൽ 100 കുട്ടികൾക്ക് പഠിക്കാൻ അവസരമുണ്ടായി. 2ാം വർഷത്തേക്ക് പ്രവേശിച്ചു. BSc നഴ്സിംഗ് കോളേജ് ഇടുക്കിയിൽ ആരംഭിച്ചു. 2ാം വർഷത്തെ കുട്ടികൾ കൂടെ വന്നെത്തി 120 കുട്ടികളായി കഴിയും. ഇതേ 8ാം തീയതി, ഈ വരുന്ന 8ാം തീയതി പുതിയ നഴ്സിംഗ് കോളേജും കൂടെ മുരിക്കാശ്ശേരിയിൽ അനുവദിച്ച പ്രവർത്തനം ആരംഭിക്കുക. പുതിയ BSc നഴ്സിംഗ് കോളേജ് മുരിക്കാശ്ശേരി തുടങ്ങുക. ഇതൊക്കെയല്ലേ നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതെല്ലാം എഞ്ചിനീയേഴ്സ് ആയിരിക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, സാങ്കേതിക വിജ്ഞാനമുള്ള നിങ്ങൾ ഈ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇടപെടുന്നു വരാം. ഓരോ നിയമപ്രശ്നവും നിയമക്കുരുക്കുകളില്ല അതിനകത്തുണ്ടാവും. ഇതെല്ലാം അഴിച്ചുകൊണ്ടുവരാൻ ചില സമയമെടുക്കും. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചില താമസമെടുക്കും. എങ്കിലും ഉദ്ദേശം, ലക്ഷ്യം അത് സമീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. എല്ലാവിധമായ ആശംസകളും ഞാൻ ഈ സന്ദർഭത്തിൽ നേരിട്ട് നമ്മുടെ ഈ സംഘടനയുടെ പ്രവർത്തനം അത് നിങ്ങളുടെ ഏകീകൃതമായിട്ടുള്ള സംഘടനാ വൈഭവത്തിനെ കൂടി ശക്തമായ ഒന്നാണ്. ഇതിൻ്റെ നേതാക്കന്മാരെല്ലാവരെയും, സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്ലാൻ വരച്ച് കൊടുക്കാനുള്ള അതോറിറ്റി അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രാമാന്തരീക്ഷത്തിലും നിറഞ്ഞു നിന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന അന്തരീക്ഷവും അതിന് അംഗീകാരവും നേടിയെടുക്കാൻ കഴിഞ്ഞതിൽ, മാറ്റങ്ങൾക്ക് വിധേയമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞതിലും ഈ സംഘടനയുടെ ഇടപെടലിനെ ഒരിക്കൽ കൂടി പ്രശംസിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ പ്രസംഗിക്കുന്നു. ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കട്ടെ. നന്ദി, നമസ്കാരം.